പീപ്പിൾ ടി വി ബിഗ് ബ്രേക്കിംഗ്. പോലീസ് നിയമന തട്ടിപ്പിൽ ചെന്നിത്തലയെയും യൂത്ത് കോൺഗ്രസ് നേതാവ് നൈസലിനെയും കുറ്റമുക്തനാക്കാൻ നീക്കം. പ്രതി ശരണ്യയുടെ സഹോദരൻ ശരത്ത് വഴിയാണ് നീക്കം നടന്നത്. നൈസലിന്റെ ബന്ധുവും ശരത്തും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം പീപ്പിൾ ടി വി പുറത്തുവിട്ടു. ശരണ്യയ്ക്ക് വധഭീഷണിയുണ്ടെന്ന് സഹോദരൻ ശരത്ത് പീപ്പിളിനോട് പറഞ്ഞു. ശരണ്യയെ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുത്തിയത് യൂത്ത് കോൺഗ്രസ് നേതാവ് നൈസലായിരുന്നു. നൈസലിന് കോൺഗ്രസുമായി ബന്ധമില്ല എന്നാണ് ആദ്യഘട്ടത്തിൽ DCC പ്രസിഡന്റിന്റെ വാദം. പിന്നീട് നൈസലിന്റെ കോൺഗ്രസ് ബന്ധം പീപ്പിൾ ടി വി തന്നെ പുറത്തുവിട്ടതോടെയായിരുന്നു ശരണ്യയുടെ സഹോദരൻ ശരത്തിനെ ഉപയോഗിച്ച് കോൺഗ്രസും ശരണ്യയുമായുള്ള ബന്ധം അട്ടിമറിക്കാൻ നീക്കം നടന്നത്. കേസിൽ നൈസൽ കുറ്റക്കാരനല്ലെന്നും ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിന് പങ്കില്ല എന്നായിരുന്നു ശരത്തിന്റെ വാദം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റവട്ടേ പോയിട്ടുള്ളൂ. ഈ ചെന്നിത്തല സാറിൻ്റെ അടുത്ത് നൈസലോട്ടുള്ള പരിചയം നേരത്തെ ഒരു വട്ടേ ഞാൻ വീട്ടിൽ വന്നിട്ടുള്ളൂ. ഈ നൈസൽ എന്ന് പറയുന്ന ആൾ. ഇതിനുശേഷം ശരത്ത് നൈസലിന്റെ അടുത്ത ബന്ധുവുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നതോടെ കേസ് അട്ടിമറിക്കാനുള്ള നീക്കം വ്യക്തമായി. ഞാൻ നൈസലിന്റെ ആളാണ്. എന്തൊക്കെ ചോദിച്ചു ഷാജാനിക്ക്? നൈസലിന്റെ പങ്കെന്തുവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ എനിക്ക് നൈസലിക്ക് ആ വീട്ടിൽ വന്ന ഒരു വട്ടം അറിയത്തുള്ളൂ. ആ ഒരു വട്ടം വന്നിട്ടുണ്ട് നൈസലിക്ക് ആ വീട്ടിൽ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഹസ്ബൻഡിന്റെ വീട്ടുകാരായിട്ടുള്ള പ്രശ്നത്തിന് അത് ഒത്തുതീർക്കാൻ വേണ്ടിയിട്ട് ചെന്നിത്തല സാറിന്റെ ഓഫീസിൽ കൊണ്ടുപോയി ഒരു കത്ത് മേടിച്ചു കൊടുത്തു. അങ്ങനെയുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ വീട്ടിൽ വന്നതായിട്ടുള്ളൂ, ബന്ധമുള്ളൂ. ഈ തെളിവുകൾ കൂടി പുറത്തു വന്നതോടെ തട്ടിപ്പിന്റെ പിന്നിലെ വൻ ശക്തികളെ കുറിച്ചുള്ള വ്യക്തമായ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേസിൽ ശരണ്യയ്ക്കൊപ്പമുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് പോലീസിന് മുന്നിൽ ഇപ്പോഴും വിലസി നടക്കുന്നതും ഇതിന് തെളിവാണ്. ശരണ്യയെ അറസ്റ്റ് ചെയ്ത അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുകയും കേസ് ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുകയും ചെയ്തതോടെ ശരണ്യയുടെ രഹസ്യമൊഴിയിൽ ഉൾപ്പെട്ട ആഭ്യന്തരമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുടെ ജീവനക്കാരെയും രക്ഷിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുവരുന്നത്.